സൺഡേ വ്ലോഗ് എന്നുള്ള ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും വിചാരിച്ചു കാണും ഇറ്റ് മൈറ്റ് ബി സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അല്ലേ. പക്ഷെ എൻ്റെ സൺഡേസ് അങ്ങനെയല്ല ഉണ്ടാവാറ്. അതുകൊണ്ട് എൻ്റെ സൺഡേ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ടൊരു ബേബി ഹാമ്പർ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി. ന്യൂ ബോർണുള്ള എല്ലാ ഐറ്റംസും പോപ്പീസിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് ഇവിടത്തേക്ക് തന്നെ വന്നു നമ്മൾ. 2 സെറ്റ് ഡ്രസ്സ്, പിന്നെ ഒരു സോഫ്റ്റ് ടോയ്, പിന്നെ ഒരു ബേബി ലോഷനും ആയിരുന്നു ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാമ്പറിന് വേണ്ട ഐറ്റംസ് എല്ലാം ഒരേ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടി. സാധാരണ സാധനങ്ങൾ വാങ്ങിക്കാനാണ് എനിക്ക് കൂടുതൽ ടൈം എടുക്കാറ്. പക്ഷേ ഇതിൽ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ടായിട്ടുണ്ടായിരുന്നു. ബോക്സിന് കുറച്ച് ടൈം എടുത്തു, കാരണം ഒന്നും ഒരു സെറ്റാണെന്നുണ്ടായിരുന്നില്ല. 2-3 ഷോപ്സിൽ കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കിട്ടി. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് വീട്ടിലേക്ക് പോയിട്ട് സെറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കസ്റ്റമറിനെ വിളിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് റൂം നമ്പർ ഏതാണെന്ന് അറിയില്ലായിരുന്നു. കസ്റ്റമറും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല, അവരൊരു നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലും കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്കാകെ ഹസ്ബൻഡിന്റെ നെയിം മാത്രമായിരുന്നു അറിയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ നഴ്സിനോട് ചോദിച്ചു, ഹസ്ബൻഡിന്റെ നെയിം അറിഞ്ഞാൽ പേഷ്യന്റിന് നെയിം അറിയാൻ പറ്റുമെന്ന്. പിന്നെ എങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ നെയിം ഒന്ന് കണ്ടുപിടിച്ചിട്ട് റൂം നോക്കി. അപ്പോൾ 3rd ഫ്ലോറാന്ന് പറഞ്ഞിട്ട് 3rd ഫ്ലോർ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല. അങ്ങനെ 2nd ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹാമ്പർ ഡെലിവറി ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്കല്ല, ആക്ച്വലി എൻ്റെ മാമാൻ്റെ വീട്ടിലാണ് ഉമ്മാൻ്റെ ഊരെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടത്തേക്ക് മടങ്ങി. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ ഹോസ്റ്റലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഓളയും കൂട്ടിയിട്ട് ചായയും ഷവർമയും കഴിക്കാൻ വന്നു. പിന്നെയുള്ള ഫ്രണ്ട്സ് നമ്മളോട് ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വീണ്ടും ഹോസ്റ്റലിനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങി. ആൻഡ് യാ, ദാറ്റ്സ് ഹൗ മൈ സൺഡേ എൻഡഡ്. കുറച്ച് റിസ്ക് എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും എവറിത്തിങ് വർക്ക്ഡ് ഔട്ട് റിയലി വെൽ, അൽഹംദുലില്ലാ. If you enjoyed this vlog, don't forget to like, comment and subscribe. Thank you for watching. See you in the next vlog.